Origin Skok, Project Hail Mary. Sci-fi adventure ഫിലിമാണ്. ഇംഗ്ലീഷ്. ഫിൽ ലോർഡ് ആൻഡ് ക്രിസ്റ്റഫർ മില്ലർ ആണ് ഇതിൻ്റെ ഡയറക്ടേഴ്സ്, ഡിയോ ഡയറക്ടേഴ്സാണ്. 248 million ബജറ്റുള്ള ഈ സിനിമ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് ഇതിൽ VFX അതുപോലെ CG പരിപാടിയൊന്നും തന്നെ ഉപയോഗിക്കാതെ റിയലായിട്ട് ഇവർ ഗ്രീൻ മാറ്റ്സ് ഒന്നും ഉപയോഗിക്കാതെ റിയലായിട്ട് ഇവർ ചെയ്തെടുത്തിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ ഒരു കഥാപാത്രമുണ്ട്, ഒരു ഏലിയൻ, റോക്കി ബായ് റോക്ക്. അപ്പോൾ അതൊക്കെ തന്നെ ഒരു ഫൈവ് ലെഗ്ഡ് ഒരു സ്പൈഡർ പോലത്തെ ഒരു ഏലിയൻ. അതൊക്കെ ഇവർ ആർട്ടിൽ ചെയ്തെടുത്തിട്ടുണ്ട് എന്നുള്ള കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. അതാണ് ഈ സിനിമയുടെ വൺ ഓഫ് ദ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത്. റൈറ്റർ ഡ്രൂ ഗോഡാർഡ്, അദ്ദേഹം മാഷൻ എഴുതിയിരിക്കുന്ന അദ്ദേഹമാണ്. മാഷൻ ഒരുവിധം എല്ലാവരും കണ്ട സിനിമയായിരിക്കും, സൈഫൈ. പിന്നെ ഡാനിയൽ പിമ്പറ്റനാണ് സോങ് ആൻഡ് ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത്. ഇതിലൊരു സോങ് ഉണ്ട്, നൈസ് സോങ്, ജസ്റ്റ് സ്റ്റോപ്പ് ക്രൈയിങ് ഇറ്റ് സേ എന്ന് പറഞ്ഞിട്ട്, ഹോപ്പ് ദാറ്റ് ഇസ് എൻ ഒറിജിനൽ സോങ്. പിന്നെ സ്കോർ ഓഫ് കോഴ്സ് കുറേ ഫീൽ ഗുഡ്, അങ്ങനത്തെ ഹ്യൂമർ, അവിടെ അങ്ങനത്തെ കൈൻഡ് ഓഫ് സ്കോർ, ടെൻഷൻ കൊടുക്കുന്ന സ്ഥലത്ത് അങ്ങനെ, പിന്നെ കുറച്ച് കൈൻഡ് ഓഫ് ഫോക്ക്, അങ്ങനെ മൊത്തത്തിൽ വളരെ നൈസായിട്ട് പുള്ളി ചെയ്ത് വെച്ചിട്ടുണ്ട്. DOP ഗ്രേഗ് ഫ്രൈസ്, എഡിറ്റിംഗ് ക്രിസ് ഡിക്കൻസ്. ഇദ്ദേഹം ഈ ഡ്യൂൺ 1, 2 DOP ആണ് ഗ്രേഗ് ഫ്രൈസർ. അതുപോലെ ക്രിസ് ഡിക്കൻസ് സ്ലം ഡോഗ് മില്യണിൽ എഡിറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. പുള്ളി ആ സ്ലം ഡോഗിൽ തന്നെ അക്കാഡമി അവാർഡ് അടിച്ചതാണ്. റയൻ ഗോസ്ലിംഗ് ആണ് ഇതിലെ നായക കഥാപാത്രം, ഓസ്ട്രേലിയയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. റയലൻഡ് ഗ്രേസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. പിന്നെ സാൻഡ്ര ഹുള്ള ഒരു പ്രധാന കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഒരു ഓസ്ട്രോണറ്റാണ്. ഇതിൻ്റെ ഒരു ഫോമാറ്റ്, ഇതിൻ്റെ എല്ലാ ഈ സൈഫൈ പടത്തിനുണ്ടാവുന്ന കഥയൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഒരു കൈൻഡ് ഓഫ് വളരെ ലൈറ്ററായിട്ട്, വലിയ ബഹളമില്ല, സമാധാനത്തോടെ, വളരെ എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് ഫീൽ ഗുഡ് അങ്ങനെ കാണാൻ പറ്റിയത്. അതായത് ഒരു റിലേഷൻഷിപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ റോക്കി എന്ന് പറയുന്ന ഏലിയനും ഈ കഥാപാത്രമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ്, അവരുടെ റാപ്പോ അത് ബിൽഡ് ചെയ്യുന്നത്, അവരുടെ ലക്ഷ്യം ഒന്നാണ്. ആ ലക്ഷ്യത്തിലേക്ക് അവർ പോകാൻ വേണ്ടി അവർ തമ്മിലുള്ള ആ പരിപാടികളാണ്. ഇപ്പോൾ ഓൾസോ അദ്ദേഹത്തിന് കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇത്തരം ഓസ്ട്രോണട്സിനൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, ഒരു പാസ്റ്റ് ഉണ്ടാവും. അത് നമ്മളെല്ലാ സിനിമകളിലും കാണുന്നു. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന കോൺഫ്ലിക്റ്റ്. പക്ഷേ ഇദ്ദേഹത്തിന് ഇതിൽ ഫാമിലിയൽ കോൺഫ്ലിക്റ്റ് ഒന്നുമല്ല. ഇദ്ദേഹത്തിന് ഇഡസിൻ്റെ അവൻ ഡോഗ്, അങ്ങനെ ഡോഗ് പോലും ഇല്ലാത്ത ഒരാളാണ്, ഫാമിലി ഇല്ല. പക്ഷേ ഇദ്ദേഹത്തെ ഫോഴ്സ്ഫുള്ളി പറഞ്ഞു വിടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന് മെമ്മറി ലോസ് ഉണ്ടാവുന്നു. പിന്നെ ഈ സ്റ്റാർഷിപ്പിലാണ് ഇദ്ദേഹം എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഈ സ്റ്റാർഷിപ്പാണ് മേരി, അതാണ് പ്രൊജക്റ്റ് മേരി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ സിനിമയുടെ പരിപാടി. ഇതൊരു സൂയിസൈഡ് മിഷനാണ്. പിന്നെ തുടക്കത്തിൽ ഇത്തരം സിനിമകൾ എപ്പോഴും പറഞ്ഞു വെക്കുന്ന പോലെ തന്നെ ഭൂമിക്ക് സംഭവിക്കാൻ പോകുന്ന എന്തോ വലിയ ആപത്ത്, ഒരു ഇംപെൻഡിങ് ഡേഞ്ചർ, എന്തോ കറ്റസ്ട്രോഫി വരാൻ വേണ്ടി പോവാണ്. സൺ ഡിമ്മിങ് ആണ്, ഇനി ഐസ് ഏജ് വരും, 30 വർഷത്തിനുള്ളിൽ ഭൂമി മൊത്തം മഞ്ഞ് ആയി മാറും. അപ്പോൾ ഇത് അന്വേഷിക്കണം. അപ്പോൾ പെട്രോവ ലൈൻ എന്ന് പറഞ്ഞ ലൈനുണ്ട്, ഒരു ഇൻഫ്രാറെഡ് ലൈൻ, അത് ബിറ്റ്വീൻ സൺ ആൻഡ് വീനസ്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ, അതിൽ ഏലിയൻസിൻ്റെ ഇടപെടലുണ്ടോ, അതിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹത്തെ വിടുന്നത്. പിന്നീട് അവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, പിന്നീട് ഏലിയനായിട്ട് ഉണ്ടാവുന്ന പരിപാടികൾ, അതിൽ നല്ല ഹ്യൂമർ ഉണ്ട്, ഭയങ്കര രസമാണ്. അവർ തമ്മിലുള്ള കുറേ ആക്ഷൻസ്, ഇങ്ങനെ കുറേ അവർ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ. രണ്ട് സ്റ്റാർഷിപ്പിലാണ് രണ്ടുപേരുള്ളത്. അപ്പോൾ അത് കുറേ സമയമുണ്ട്. പിന്നെ പിന്നെ ഇത് കളക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്, ഒരു പ്രിഡേറ്ററിൻ്റെ ഇത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പ്രിഡേറ്റർ ഹണ്ട് സീന് കിട്ടുമായിരുന്നു. അതായത് വൺ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പാലാക്ഷി എപ്പിക്കുന്നാണ് കണ്ടത്. എപ്പിക്കുന്ന പടം കാണുമ്പോഴുള്ള ഒരു മൂഡ് നമുക്കറിയാമല്ലോ. പിന്നെ കിട്ടലിന് സൗണ്ടുമാണ്. അപ്പോൾ ശരിക്കും നമ്മളങ്ങ് അതിനകത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. കാരണം അത്രയും വലിയ സ്ക്രീൻ താഴേക്കുണ്ട്. അപ്പോൾ അതിനകത്ത് ഇറങ്ങി നിന്നിട്ട് ആ സ്പേസിനകത്തേക്ക് നമ്മൾ കയറി നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ പറഞ്ഞ പ്രിഡേറ്റർ ഹണ്ടിങ് സമയത്ത് ഉണ്ടാകുന്ന ആ വിഷ്വൽസ്, പ്രത്യേകിച്ച് ലൈറ്റിൽ കളിച്ചത്, സൗണ്ടിൽ കളിച്ചത്, സൗണ്ട് സൈലൻസായി മാറുന്നത്, അപ്പോഴത് മൂവ് ചെയ്യുന്നത്, ഈ സ്പേസിൽ കൂടെ മൂവ് ചെയ്യുന്നത്, ഒരു ഓൾമോസ്റ്റ് ഒരു 5 to 10 minutes ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. സോ റയാൻ ഗോസ്ലിങ്ങിൻ്റെ കിടിലൻ പെർഫോമൻസ് ഉള്ള, നല്ല രസത്തിൽ, വലിയ ബഹളമൊന്നുമില്ലാതെ ആസ്വദിച്ച് സമാധാനത്തിൽ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയ, പോപ്കോൺ കടിച്ച് കണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സൈഫൈ സിനിമ. അതാണ് പ്രൊജക്ട് ഹിൽ മേരി. ഇതിലുള്ള റോക്കി ബായ്, നമ്മുടെ ഏലിയൻ ഇടയ്ക്കിടയ്ക്ക് amazing, really amazing.